എന്താണ് വിശുദ്ധ ഖുർആൻ? ഞാൻ അതിൽ ആദ്യം കാണുന്നത് അത് കാലാതിവർത്തിയായ ഒന്നാണ്. ഇസ്ലാം യഥാർത്ഥത്തിൽ കാരുണ്യത്തിന്റെ മതമാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്ന കാരുണ്യത്തിന്റെ മതമാണ്. ആ കാരുണ്യത്തിന്റെ സന്ദേശമാണ്. അതിനൊരു സോഷ്യലിസ്റ്റ് സന്ദേശമുണ്ട്. ഖുർആനിൽ പറയുന്നുണ്ട്, ഹേ മനുഷ്യരെ, നിങ്ങളെ ഞാൻ ആണിൽ നിന്നും സ്ത്രീയിൽ നിന്നും ആണ് സൃഷ്ടിച്ചത്. നിങ്ങൾ തമ്മിൽ വലിപ്പ ചെറുപ്പമില്ല, മനുഷ്യരെല്ലാവരും സമന്മാരാണ്. ഉത്തമമായ മനുഷ്യനാകുന്നത് നിങ്ങളുടെ നല്ല സ്വഭാവത്തിലൂടെയാണ്. നിങ്ങൾ ഉത്തമമായ മനുഷ്യനാകുന്നത്. മതത്തെ കുറിച്ച് പറഞ്ഞു ചെയർമാൻ, അപ്പോഴാണ് ഓർത്തത്. മതത്തെ കുറിച്ച് പറയുന്നുണ്ട്. മതത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ഒരാളുടെ മീതെയും ഒരു സമ്മർദ്ദവും ചെലുത്തരുത് എന്ന് ഖുർആൻ പറയുന്നു. ഒരു സമ്മർദ്ദവും ചെലുത്തരുത്. മാത്രമല്ല, പിന്നീടുള്ള കാലങ്ങൾ കൊണ്ട്, ഗവേഷണങ്ങൾ കൊണ്ട്, ശാസ്ത്ര ഗവേഷണങ്ങൾ കൊണ്ട്, പഠനങ്ങൾ കൊണ്ട് കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾ എത്രയോ മുമ്പ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ രാവിനെയും പകലിനെയും ക്രമീകരിച്ചു, അല്ലേ? സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചു. ഗോളങ്ങൾ അതിന്റെ പന്താവിലൂടെ ചലനം തുടരുന്നു. എന്താ പന്താവ്? പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഓർബിറ്റ് എന്ന് പറഞ്ഞ് ഈ ഗോളങ്ങൾ, ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് ഒരു ഓർബിറ്റിലൂടെയാണ്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചത്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഗോളങ്ങൾ ഇതിലൂടെ ആണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം നീരാവിയായി, പിന്നെ മേഘങ്ങളായി മാറി മഴയായി വർഷിക്കും. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്, എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജലം നീരാവിയായി പോയിട്ടാണ് മേഘമായി മാറി വർഷമായി പെയ്തിറങ്ങുന്നത് എന്ന് ശാസ്ത്രം കണ്ടെത്തിയത്. പറയുന്നില്ലേ? മനോഹരമായൊരു പാരിസ്ഥിതികമായ ഒരു പ്രഖ്യാപനം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഞാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, അവ ആണികളായി മാറി ഭൂമിയെ നിയന്ത്രിക്കുന്നു, അതിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നു. പിന്നീടാണ് കണ്ടുപിടിച്ചത് പർവ്വതങ്ങൾ ആഴത്തിൽ വേരൂന്നിയവയാണ്. ഭൂചലനങ്ങൾ ഉണ്ടാകാതെ ഭൂമിയുടെ ഘടനയെ നിലനിർത്തുന്നത് ഈ പർവ്വതങ്ങളാണ്. അത് പിന്നീട് തെളിഞ്ഞ ഒരു ഇക്കോളജിക്കൽ ആയിട്ടുള്ള എൻവയൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഫാക്ടറാണ് പർവ്വതങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച്. അത് ഞാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ച് ആണികളെ പോലെ ഭൂമിയുടെ നിലനിൽപ്പിനെ നിയന്ത്രിക്കാൻ, ഭൂമിയുടെ നിൽപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ, നിരവധി എല്ലാ സൂറകളിൽ നിന്നും നമുക്ക് ഉദ്ധരിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള നിരവധിയായ ശാസ്ത്രീയ സത്യങ്ങൾ, ഞാൻ ചുരുക്കത്തിൽ പറയുമ്പോൾ ഞാൻ അറിഞ്ഞ വിശുദ്ധ ഖുർആൻ അതാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വി.ഡി. സതീശൻ അറിഞ്ഞ ഖുർആനിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്, കേട്ടത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ പണി? എന്താണ് രാഷ്ട്രീയക്കാരന്റെ ചുമതല, ഉത്തരവാദിത്വം? 100,000 പ്രശ്നങ്ങൾ, 100,000 ജോലി തിരക്കുകൾ, ഒന്നിനും സമയമില്ലാത്ത നെട്ടോട്ടം, ഇതിനൊക്കെ ഇടയിൽ മതസംഘടനകളുടെ, പ്രത്യേകിച്ച് മതപ്രബോധന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പരിപാടികളിൽ പങ്കെടുക്കൽ രാഷ്ട്രീയ നേതാവിന്റെ പണിയാണോ? നരേന്ദ്രമോദി അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഹൈന്ദവ വിശ്വാസത്തെയും ഹൈന്ദവ വിശ്വാസ ആചാരങ്ങളെയും ഭരണകൂടത്തിന്റെ ഭാഗമാക്കി അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റിലും ഒക്കെ കയറ്റി വെക്കുമ്പോൾ അതിനെ വിമർശിക്കാറുള്ള നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഇതുപോലെയുള്ള മതചടങ്ങുകളിൽ ഒരു ഗസ്റ്റായിട്ട് പോയിട്ട് ഒരു ആശംസ അറിയിച്ച് പോരുക മാത്രമല്ല, ഈ പ്രചാരകരെ തോൽപ്പിക്കും വിധം, എം അക്ബറിനെയും ജാക്കിർ നായിക്കിനെയും തോൽപ്പിക്കും വിധം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത തള്ളുകൾ, ഖുർആനിനെ തള്ളിമറിക്കാൻ ഇവർ മെനക്കെടുന്നതിന്റെ ഗുട്ടൻസ് എന്താണ്? ഇത് ഇവരുടെ ഗതികേടാണോ അതോ വേറെന്തെങ്കിലും ആണോ? ഞാൻ അതിനെ കടത്തി പറയുന്നില്ല. എന്തായാലും വി.ഡി. സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത് കൊല്ലത്താണെന്നാണ് എന്റെ മനസ്സിലാക്കുക. കബീർ ബാക്കവി എന്ന ഒരു മത പ്രഭാഷകന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മതപാഠശാലയുടെ, ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഒരു ഇനാഗുറേഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത്തരം മതപാഠശാലകൾ അല്ലെങ്കിൽ ഇത്തരം മതപ്രബോധനത്തിന് കുട്ടികളെ വാർത്തെടുക്കുന്ന, മതജീവികളെ വാർത്തെടുക്കുന്ന കേന്ദ്രങ്ങൾ, അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ഈ പട്ടം ചാർത്തി കൊടുക്കുന്നതിൽ തന്നെ ഒരു അഭംഗിയുണ്ട്. പല വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഇതുപോലെയുള്ള മത പാഠശാലകളും കുട്ടികളുടെ നിർബന്ധിതമായ വിദ്യാഭ്യാസ അവകാശത്തെ നിഷേധിക്കുന്നുണ്ട്. അവരുടെ സ്വാഭാവികമായിട്ടുള്ള സ്കൂൾ കോളേജ് ലൈഫിനെ
ഇല്ലായ്മ ചെയ്ത് സദാസമയം ഖുർആനിന്റെ മുകളിൽ അടയിരിക്കുന്ന, അതുമാത്രം തലയിൽ കയറ്റി വെക്കുന്ന, അല്ലെങ്കിൽ ആ കണ്ണാടിയിലൂടെ ലോകത്തെ കാണാൻ പഠിപ്പിക്കുന്ന ഈ മതം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രബോധകരാക്കി വാർത്തെടുക്കുന്ന തരത്തിലുള്ള മതപാഠശാലകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ പലയിടത്തും പലതരത്തിലുള്ള വിദ്യാർത്ഥികളുടെ അവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരമൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു പരിപാടിക്ക് വി.ഡി. സതീശനെ പോലെയുള്ള ഒരു ആൾ പോകുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് അവർക്ക് പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ പോലും ഔചിത്യം എന്നൊരു സാധനം ഉണ്ടാവണമല്ലോ. ഇസ്ലാമിനെ അല്ലെങ്കിൽ ഒരു മതപാഠശാലയിലേക്ക് ചെല്ലുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അവർ വിളിച്ചു, അവിടെ പോകുന്നു, രണ്ട് നല്ല വാക്ക് പറഞ്ഞ് പോരുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു ആശംസ പറഞ്ഞ് പോരുന്നതിന് പകരം ഇനി നോക്കൂ, ഇതിന് ഉദ്ഘാടനം ചെയ്യാനാണ് ഇവിടെ ഈ പരിപാടി ഒരു പ്രത്യേക സെഷൻ, ഒരു സെമിനാർ പോലെ സംഘടിപ്പിക്കുകയാണ്. ഞാൻ അറിഞ്ഞ ഖുർആൻ എന്നതാണ് സെമിനാർ. അതിൽ ക്രിസ്ത്യാനിയായിട്ടുള്ള പള്ളിയിലച്ചനും വി.ഡി. സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും ഒക്കെ പങ്കെടുക്കുക. എഴുത്തുകാരൻ എന്ന രീതിയിൽ വേറൊരാൾ, അയാൾ പിന്നെ എല്ലായിടത്തും ഇത് തന്നെ, ഈ മുഹമ്മദീയ സ്തുതി പാടാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരാളാണ്. ഇസ്ലാമിനെ മുസ്ലിങ്ങൾക്ക് പോലും കഴിയാത്ത വിധം പുട്ടിയടിക്കുന്ന ഒരാളാണ്. ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് ഒരു ഉസ്താദ് തന്റെ സ്ഥാപനത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഞാൻ അറിഞ്ഞ ഖുർആൻ എന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന ഒരു പ്രത്യേക സെഷൻ വെക്കുന്നു. ആ സെഷന്റെ ഉദ്ഘാടനമാണോ അതോ ഇനി അവിടെ നടക്കുന്ന മൊത്തം പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്നോ വി.ഡി. സതീശൻ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ഉദ്ഘാടിക്കുക, പോരുക എന്നതിനപ്പുറത്തേക്ക് ഖുർആനിക പ്രഭാഷണം നടത്തുക എന്നതൊക്കെ ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട പണിയാണോ എന്നത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഇനി അദ്ദേഹം അതിനെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയാണെങ്കിൽ തന്നെയും ആ പ്രഭാഷണത്തിൽ അവനവന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. വി.ഡി. സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് പരന്ന വായനയുള്ള ആളാണ്, നിരവധിയായ പുസ്തകങ്ങൾ വായിച്ചു കൂട്ടുന്ന ആളാണ്, വിവരമുള്ള ആളാണ്. അക്കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. അതേസമയത്ത് ഖുർആനിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ പരമാബദ്ധമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എഴുതി കൊടുത്ത് പറയിച്ച കേവലം തള്ളുകളോ മാത്രമാണ്. നമ്മുടെ നാട്ടിലെ മൗലവിമാർക്ക് സ്റ്റേജുമ കയറി നിന്ന് തള്ളാൻ പോലും ധൈര്യമില്ലാത്ത തരം ഖുർആൻ ശാസ്ത്ര തള്ളുകളാണ് ഇവിടെ വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ളത്. അത് അധിക പ്രസംഗമായിരുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. ഒരു മതപാഠശാലയിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു രാഷ്ട്രീയ നേതാവ് പോയിട്ട് ഒരിക്കൽ പോലും അർത്ഥമറിഞ്ഞ് വായിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന രീതിയിലാണ് വി.ഡി. സതീശൻ ആ പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഒന്നുകിൽ വി.ഡി. സതീശൻ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഒരിക്കൽ പോലും വായിച്ചു നോക്കിയിട്ടില്ല. വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൗശലത്തിന്റെ ഭാഗമായി ഇത്തരം നുണകൾ, പച്ച നുണകൾ, ഖുർആനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കിയ പച്ച നുണകൾ അവിടെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന രീതിയിൽ വായിച്ചു കേൾപ്പിക്കുന്നു. ഇത് രണ്ടായാലും അത് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന പണിയാണോ എന്ന് സതീശൻ ആലോചിക്കാം, കൂടെയുള്ളവർ ആലോചിക്കാം. ഇനി ആരെങ്ങനെ എന്ത് പറഞ്ഞു പോയാലും അതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇനിയുള്ള പ്രോഗ്രാമുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആലോചിക്കും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വി.ഡി. സതീശൻ അവിടെ പറഞ്ഞിട്ടുള്ള തള്ളിമറിക്കലുകൾ അതേ രീതിയിൽ നമ്മൾ ഒന്ന് കേട്ട് അതിനോടുള്ള നേരിയ പ്രതികരണം മാത്രം നടത്തി പോവാണ്. ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഖുർആൻ തള്ള് ഒന്ന് കേൾക്കാൻ പോവാണ്. നമ്മുടെ നാട്ടിലുള്ള ആരാണ് ഈ കബീർ ബാക്കവി എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറയാം. 8 കിലോമീറ്റർ മുകളിൽ നിന്ന്, 8 കിലോമീറ്റർ അല്ലല്ലോ, എത്രയോ കിലോമീറ്റർ വേഗത്തിൽ 800 കിലോമീറ്ററോ അതോ ആയിരക്കണക്കിന് കിലോമീറ്ററോ മുകളിൽ നിന്ന് മഴ വർഷിക്കുകയും ഭൂമിയുടെ 8 കിലോമീറ്റർ മുകളിൽ എത്തുമ്പോൾ ആ മഴയിൽ അള്ളാഹു ഒരു പിടുത്തം പിടിക്കുകയും അങ്ങനെ ആ പിടുത്തമില്ലാതെ ആ നേരെ മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മഴ അങ്ങനെ വന്ന് വീണാൽ ഈ ഭൂമി മൊത്തം നശിച്ചു പോകുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ പിടുത്തം, 100 കണക്കിന് കിലോമീറ്റർ മുകളിൽ നിന്ന് വരുന്ന മഴ 8 കിലോമീറ്റർ മുകളിൽ എത്തുമ്പോൾ അള്ളാഹു ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തമാണ് നമ്മൾക്ക് മഴയായിട്ട് ഇവിടെ സംഗതികളൊക്കെ തരാൻ, അല്ലെങ്കിൽ നമുക്ക് അപകടമില്ലാത്ത രീതിയിലുള്ള മഴയായിട്ട് ഇത് പെയ്തിറങ്ങാന്, അത് മഴ നമുക്കൊരു അനുഗ്രഹമായി മാറാനൊക്കെ കാരണമാകുന്നത് എന്ന് പറഞ്ഞ മഹത് വ്യക്തിത്വമാണ് കബീർ ബാക്കവി. അതാണ് കബീർ ബാക്കവിയുടെ ശാസ്ത്രവിജ്ഞാനം. ആ കബീർ ബാക്കവി ചെയർമാനായിരിക്കുന്ന ഒരു മതപാഠശാലയിലെ ഒരു പരിപാടിയാണ് ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുള്ളത്. ഇത്രയും മനസ്സിലാക്കി വെക്കുക. കബീർ ബാക്കവിയുടെ ആ വീഡിയോ ക്ലിപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് കേൾപ്പിക്കാം. അവെന്തായാലും നമ്മൾ ഇന്ന് വി.ഡി. സതീശന്റെ ആ പ്രസംഗം, ഖുർആൻ പ്രഭാഷണം നമ്മളൊന്ന് കേൾക്കാൻ പോവാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും വന്നിരിക്കുന്ന ഒരു സെഷൻ വളരെ വിലപ്പെട്ട ഒന്നാണ്. ഞാൻ അറിഞ്ഞ ഖുർആൻ എന്നാണ് ഇന്നത്തെ ഈ സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വിശുദ്ധ ഖുർആനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക എന്നത് തന്നെ ഒരു നിയോഗമായി, ദൈവനിയോഗമായി ഞാൻ കരുതുകയാണ്.
അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. കാരണം ഇന്ന് കേരളത്തിൽ ആർക്ക് കഴിയുന്നതിനേക്കാളും മികച്ച രീതിയിൽ ഖുർആനും അതിന്റെ ശാസ്ത്രവും ഒക്കെ തിരികെ കയറ്റി നല്ല രീതിയിൽ തന്നെ അദ്ദേഹം തള്ളിയിട്ടുണ്ട്. അത് നമുക്ക് വരും വഴിയെ കേൾക്കാം. എന്താണ് വിശുദ്ധ ഖുർആൻ? ഞാൻ അതിൽ ആദ്യം കാണുന്നത് അത് കാലാതിവർത്തിയായ ഒന്നാണ് എന്ന്. ഏത് കാലത്തും യോജിച്ച സന്ദേശം, ഏത് കാലത്തിനും യോജിച്ച സന്ദേശമാണ്. രണ്ടാമത്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് അതുണ്ടായത് എങ്കിലും കാലാതിവർത്തിയായി പുരോഗമന ചിന്തയോടുകൂടി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അന്ന് ചിന്തിക്കാൻ കഴിയാത്ത പല ആശയങ്ങളെയും മുന്നോട്ട് വെച്ച വിശുദ്ധ ഗ്രന്ഥമാണ്. അതാണ് പ്രത്യേകത. അതിലേക്ക് വിശദമായിട്ട് വരാം. എന്തായാലും ഖുർആൻ കാലാതിവർത്തിയായ ഒരു ഗ്രന്ഥമാണ് എന്നാണ് സതീശൻ പറയുന്നത്. താങ്കളെ പോലെയുള്ള ആളുകൾ ഖുർആൻ ശാസ്ത്രം തള്ളാനുണ്ടെങ്കിൽ അത് കാലത്തെ അതിജീവിക്കാൻ സാധ്യതയുണ്ട്. ഖുർആനിന് സ്വന്തം നിലക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഖുർആൻ അവതീർണമായ കാലത്തോട് പോലും സംവദിക്കാൻ കഴിയാത്ത പരാജയപ്പെട്ട ഗ്രന്ഥമാണ് എന്നതാണ് വസ്തുത. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ വെച്ച് ഖുർആനെ നമ്മൾ വിശകലനം ചെയ്താൽ നാട്ടുകാരോട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള നിരവധിയായ മനുഷ്യത്വ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, ഒരുപാട് അപരിഷ്കൃതമായ കാഴ്ചപ്പാടുകളുടെയും നിയമസംഹിതകളുടെയും ഒരു കേദാരമാണ്. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയുടെ സാരഥിയായിട്ടുള്ള താങ്കൾ ഖുർആൻ എന്ന് പറയുന്ന ഇസ്ലാമിക വേദഗ്രന്ഥം എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ അതിന്റെ അർത്ഥവും അതിന്റെ അന്തസാരവും മനസ്സിലാക്കാതെ ഇതുപോലെ നിരുത്തരവാദപരമായ പരാമർശങ്ങൾ നടത്തുന്നത് ദൗർഭാഗ്യകരമാണ്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു കാലത്തും മാറ്റമില്ലാതെ നിലനിൽക്കേണ്ട, എല്ലാ കാലത്തേക്കും ഉത്തമമായ മാതൃകയാണ് എന്ന പ്രബോധകരുടെ സ്ഥിരം തള്ളുകൾ എഴുതിക്കൊടുത്തത് ഏറ്റുപാടുക മാത്രമാണ് ഇവിടെ സതീശൻ ചെയ്തിട്ടുള്ളത്. വി ഡി സതീശന്റെ ഉത്തമ ബോധ്യത്തിൽ ഖുർആനികമായിട്ടുള്ള എല്ലാ നിയമങ്ങളും, ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അത് കാലാതിവർത്തിയായി അതിലെ എല്ലാ മൂല്യങ്ങളും സകല കാലത്തേക്കും പ്രസക്തമാണ് എന്നും കാലത്തിനു മുമ്പേ വഴി നടന്നതാണ് എന്നും അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നും ശാസ്ത്രം ഖുർആനിനു പിറകിൽ പിച്ചവെക്കുകയാണ് എന്നൊക്കെ പറയണമെങ്കിൽ ചെറിയ തൊലിക്കട്ടി പോരാ. സത്യസന്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ താങ്കളെ തൊലിക്കട്ടി അപാരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് എങ്ങനെയാണ് നിരുത്തരവാദപരമായ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ കഴിയുക? ഇസ്ലാം മത വിശ്വാസികൾക്ക് പോലും ഇല്ലാത്ത, വർഷങ്ങളായിട്ട് ഈ ഖുർആനും അതിന്റെ വിശദീകരണങ്ങളും മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊന്നും ബോധ്യപ്പെടാത്ത ഏത് വചനത്തിന്റെ ഏത് വിശദീകരണമാണ് സകല കാലത്തേക്കും പ്രസക്തമാണ് എന്നും എല്ലാ മനുഷ്യർക്കും നിഖില മേഖലകളും വഴി നടത്തുന്നതുമാണ് എന്ന് വി ഡി സതീശൻ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഖുർആനിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് വചനത്തിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പിന്നീട് അദ്ദേഹം പറയുന്നത് ഖുർആൻ ശാസ്ത്രത്തിന് വഴി കാണിക്കുന്നതാണ് എന്നാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും പ്രേരകമായത് ഖുർആനാണ് എന്ന അബദ്ധം, ഡോക്ടർ അംബേദ്കറിന്റെ ഭരണഘടനയെ അപമാനിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്ന പരാമർശം പോലും ഇവിടെ സതീശൻ നടത്തുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഇസ്ലാം യഥാർത്ഥത്തിൽ കാരുണ്യത്തിന്റെ മതമാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്ന കാരുണ്യത്തിന്റെ മതമാണ്. ആ കാരുണ്യത്തിന്റെ സന്ദേശമാണ് നേരത്തെ ബഹുമാനായ ചെയർമാൻ പറഞ്ഞതുപോലെ മനുഷ്യനായി ജീവിക്കാൻ, മറ്റുള്ളവരോട് സ്നേഹാദരങ്ങളും ബഹുമാനവും അനുകമ്പയും സ്നേഹവും ഉണ്ടായി അവനെ ചേർത്ത് പിടിച്ച്, മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ വേണ്ടി നൽകുന്ന സന്ദേശമാണ്. ഇദ്ദേഹം ഇവിടെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഈ പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സക്കാത്തിനെ കുറിച്ചായിരിക്കാം. ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സമ്പത്തുള്ളവൻ സമ്പത്തില്ലാത്തവന് കൊടുക്കണം എന്നും, സമ്പത്ത് കേവലമായ കൈകാര്യകർത്തൃത്വം മാത്രമാണ് നമുക്കുള്ളത് എന്നും, അതുകൊണ്ട് എല്ലാവരെയും സഹായിക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പരാമർശം അത് ഖുർആനികമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സക്കാത്ത് ആയിരിക്കാം. നിർബന്ധിത സക്കാത്ത്, ബാധ്യത എന്ന് പറയുമ്പോൾ അവിടെ വി ഡി സതീശനും അതിന് കൈയടിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിനകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം വിതരണം ചെയ്യേണ്ടുന്ന ഒരു പ്രത്യേകമായ സാമൂഹ്യ പ്രവർത്തനമാണ്. അവിടെ മതപരമായ ഒരു ഫിൽട്ടർ വെച്ചിട്ടാണ് ഈ സാമൂഹ്യ സേവനം അവർ നടത്തുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും, അവകാശപ്പെട്ട എല്ലാ മനുഷ്യരെയുമല്ല, നിർബന്ധിതമായ സഹായം എന്നതിൽ, നിർബന്ധിതമായ ദാനം എന്നത് മുസ്ലിം ആയിരിക്കുക എന്ന നിബന്ധനയ്ക്ക് വിധേയമായി മാത്രം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ആരാധനാ കർമ്മമാണ്. വിശദീകരണങ്ങൾ ഓരോ ഭാഗത്തിനും നമ്മൾ ഖുർആൻ വചനങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള വിശദീകരണങ്ങൾ വഴിയെ പറയാം. അതിനൊരു സോഷ്യലിസ്റ്റ് സന്ദേശമുണ്ട്.
ഖുർആനിൽ പറയുന്നുണ്ട്, ഹേ മനുഷ്യരെ, നിങ്ങളെ ഞാൻ ആണിൽ നിന്നും സ്ത്രീയിൽ നിന്നും ആണ് സൃഷ്ടിച്ചത്. നിങ്ങൾ തമ്മിൽ വലിപ്പ ചെറുപ്പമില്ല, മനുഷ്യരെല്ലാവരും സമന്മാരാണ്. ഉത്തമമായ മനുഷ്യനാകുന്നത് നിങ്ങളുടെ നല്ല സ്വഭാവത്തിലൂടെയാണ് നിങ്ങൾ ഉത്തമമായ മനുഷ്യനാകുന്നത്. ഇത് സാധാരണ ഇതൊരു ടിപ്പിക്കൽ ഇസ്ലാം മത പ്രബോധകൻ ഇസ്ലാം അറിയാത്തവരോട് ഇസ്ലാം വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ലഘുലേഖ നോക്കി വായിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാവുക. അതിന്റെ ക്രമാനുഗതമായിട്ടുള്ള പോക്കം കിട്ടാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. ഇസ്ലാം എന്താ പറയുക, സഹാനുഭൂതിയുടെ മതമാണ്. അതും കഴിഞ്ഞിട്ട് ഇസ്ലാം മാനവികതയാണ്, മാനവിക ദർശനമാണ്. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നൊരാശയം ഖുർആനിൽ ഇല്ല. അങ്ങനെ ഒരു ആദർശമേ ഖുർആനിലില്ല. എല്ലാ മനുഷ്യരും നമ്മുടെ ഈ ജീവിതത്തിൽ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും തുല്യ അന്തസ്സും അവകാശങ്ങളും ഉള്ളവരാണ് എന്ന ഒരാശയം ഖുർആനികമേ അല്ല. അത് ഖുർആന് വിരുദ്ധമായ ആശയമാണ്. ഞാൻ വി ഡി സതീശനെ വെല്ലുവിളിക്കാം. രാഹുൽ ഈശ്വറിന് ശേഷം ഇസ്ലാമും മാനവികതയും വേണമെങ്കിൽ വി ഡി സതീശൻ ഒരു പക്ഷേ സംവാദത്തിന് പോലും ഇനി വരാൻ സാധ്യത. എന്താണ് ഈ മതത്തിന് പറ്റിയിട്ടുള്ള ഒരു ഗതികേട് ആലോചിക്കും. എല്ലാ മനുഷ്യരും, നിങ്ങൾ എല്ലാവരും തുല്യരാണ്, നിങ്ങൾ എല്ലാവരും ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചതെന്ന് ഖുർആനിലുണ്ട്. പക്ഷേ ആ ഖുർആനിന്റെ ആകത്തുകയിൽ എല്ലാ മനുഷ്യരും തുല്യ അവകാശങ്ങളും അന്തസ്സും ഉള്ളവരാണ് എന്ന ഒരു പരാമർശമേ ഇല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഇല്ല എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന നിരവധി ഖുർആൻ വചനങ്ങളുണ്ട്. അടിമയും ഉടമയും സമന്മാരാകില്ല എന്ന് പറയുന്ന ഖുർആൻ വചനങ്ങളുണ്ട്. സ്വയം കൈകാര്യാധികാരമുള്ള ഒരാളും അയാളുടെ കീഴിൽ അയാളുടെ ദാസനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും തുല്യരാവില്ല എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയും. മുസ്ലിമും അമുസ്ലിമും തുല്യരല്ല എന്നും മുസ്ലിമീങ്ങൾ പ്രത്യേകം അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ജനവിഭാഗമാണ് എന്നും ഖുർആനിൽ കൃത്യമായിട്ട് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് സതീശൻ കാണാത്ത ഖുർആനാണ്. സതീശൻ ഒന്നുകിൽ ഈ ഖുർആൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം അറിഞ്ഞ് വായിച്ചിട്ടില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ആ വായിച്ച അറിവിൽ നിന്നല്ല സതീശന്റെ ഈ പ്രസംഗം നടക്കുന്നത് എന്നത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. പ്രവാചകൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അറബിക്ക് അനറബിക്ക് മീതെ അല്ലെങ്കിൽ തിരിച്ച്, കറുത്തവന് വെളുത്തവന് കറുത്തവന്റെ മീതെ അല്ലെങ്കിൽ തിരിച്ചും ഒരു മേൽക്കോയ്മയില്ല. എല്ലാവരും സമന്മാരാണ്. സൂക്ഷ്മതയോടുകൂടിയ ജീവിതമാണ് ഒരാളെ ശ്രേഷ്ഠനാകുന്നത്. ഏത് കാലഘട്ടത്തിലാണ് ഇത് പറഞ്ഞത്? ഇന്ന് നിലനിൽക്കുന്ന, പണ്ട് നിലനിന്നിരുന്ന അടിമ ഉടമ ഗോത്ര സംസ്കാരങ്ങൾ, മുതലാളി തൊഴിലാളി, പണ്ഡിതൻ പാമരൻ തുടങ്ങിയ വലിയ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ അല്ലേ ഉള്ള ഒരു കാലത്താണ്, ഇന്ന് നിലനിൽക്കുന്ന ഒരു കാലത്താണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും തുല്യരാണ്. അതിനേക്കാൾ വലിയ ഒരു സോഷ്യലിസ്റ്റ് സന്ദേശം എന്താണ്? അതിനേക്കാൾ വലുതെന്താണ് ഒരു സോഷ്യലിസ്റ്റ് സന്ദേശം? അടിമയും ഉടമയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഇത് പറഞ്ഞതെന്നാണ്. സതീഷ് ഏട്ടന് അറിയോ എന്ന് എനിക്കറിയത്തില്ല. ഇസ്ലാമിക ദർശനത്തിൽ ഇന്നും അടിമയും ഉടമയും ഉണ്ട്. അടിമ എന്ന് പറയുന്നത് അടിമ കച്ചവടം, അടിമയെ വാങ്ങലും വിൽക്കലും പണയം വെക്കലും, അടിമ സ്ത്രീകളെ ശാരീരികമായിട്ട് ഉപയോഗിക്കൽ പോലും അനുവദനീയമായ നിലക്ക് നിയമമാക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഗ്രന്ഥം പിടിച്ചിട്ടാണ് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ഒരു ആദർശം ഖുർആനിലുണ്ട് എന്ന് സതീശൻ തള്ളുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് സതീശന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ഉസ്താദുമാര് നമ്മളെയൊക്കെ, ചെറിയ പ്രായത്തിൽ മതം പഠിക്കുന്ന നമ്മളെയൊക്കെ ഇതേ കാര്യം പറഞ്ഞ് പറ്റിക്കപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. പിന്നീട് നമ്മൾ ഖുർആൻ വായിക്കുകയും ഖുർആന്റെ വിശദീകരണം വായിക്കുകയും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കുകയും ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്തപ്പോ നമുക്ക് കാര്യം മനസ്സിലായി. ഇസ്ലാം അങ്ങനെ ഒരു സാർവലൗകിക മാനവിക ദർശനത്തിന്റെ മതമേ അല്ല. അതൊരു സങ്കുചിതമായ ഗോത്ര ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാത്രം. മുസ്ലിം എന്ന ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിലുള്ള സാഹോദര്യവും അവർക്കിടയിലുള്ള നീതിയും അവർക്കിടയിലുള്ള തുല്യതയും മാത്രം പ്രതിപാദിക്കുന്ന ഒരു മതം. അവർക്കിടയിൽ തുല്യത എന്ന് പറയുമ്പോൾ പോലും ആ തുല്യത അടിമയും ഉടമയും സ്ത്രീയും പുരുഷനും ഒക്കെ വ്യത്യസ്ത അവകാശങ്ങളുള്ള വ്യത്യസ്ത വ്യക്തിത്വങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത്. ആ മതത്തിനകത്ത് പോലും തുല്യതയില്ല എന്നർത്ഥം. അപ്പൊ മനുഷ്യനെ പ്രാഥമികമായി വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും, ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ സത്യവിശ്വാസിയെന്നും സത്യനിഷേധിയെന്നും മുസ്ലിം എന്നും കാഫിർ എന്നും മനുഷ്യരെ പ്രാഥമികമായി രണ്ട് കോളങ്ങളിൽ നിർത്തുക എന്നതാണ് ഇസ്ലാമിന്റെ ഷഹാദത്ത് കലിമ ചെയ്യുന്ന ഒന്നാമത്തെ പ്രവൃത്തി. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതിനുശേഷമാണ് ബാക്കി എല്ലാ നിയമങ്ങളും ആപ്ലിക്കബിൾ ആകുന്നത്. അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടും ഈ അടിസ്ഥാന വിഭജനത്തിന് ശേഷമാണ് പരിഗണിക്കപ്പെടുന്നത്. അതാണ് ഖുർആനിന്റെ ആശയം. അതിനെ അറിയാത്തതാണോ സതീശന്?
അതോ അറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഇതുപോലെ അതിന് മുന്നിലിരിക്കുന്ന വിശ്വാസികൾ ഞങ്ങളൊക്കെ ഒരു കാലത്ത് പറ്റിക്കപ്പെട്ടതുപോലെ ഇപ്പോഴും മതപണ്ഡിതന്മാർ വഞ്ചിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ വി.ഡി. സതീശനെ പോലെ ഒരു അമുസ്ലിമായ രാഷ്ട്രീയ നേതാവ്, വലിയ വായനയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് ഇതേ അബദ്ധങ്ങൾ, ഇതേ പണ്ഡിതന്മാർ പറയുന്ന കളവുകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ, നുണകൾ ആവർത്തിച്ച് പറഞ്ഞ് ആ ഉസ്താദുമാർ പറഞ്ഞ നുണകൾക്ക് ഒരു അതോറിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഇവിടെ വി.ഡി. സതീശൻ ചെയ്യും. അത് സത്യം അറിയാനുള്ള മനുഷ്യരുടെ അവകാശത്തെ നിഷേധിക്കുന്ന കലാപരിപാടിയാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ട പണിയല്ല. നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്, ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ എല്ലാവരും സമന്മാരാണ് എന്ന സന്ദേശം ഈ ലോകത്ത് ആദ്യം നൽകിയത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ്. കാര്യത്തിൽ സംശയമില്ല. അതൊന്നോടെയാണ്. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്ന ആദർശം ആദ്യം പറഞ്ഞത് വിശുദ്ധ ഖുർആനാണോ? അല്ല. മറ്റു പല വേദഗ്രന്ഥങ്ങളും ദൈവവിശ്വാസമുള്ളവരുടെ മുന്നിൽ എല്ലാ സൃഷ്ടികളും ദൈവത്തിന് മുമ്പിൽ സമമാണ്. എന്നാൽ ഈ സമത്വമാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അതായത് മുസ്ലിമായ ഒരാൾ, ആ മുസ്ലിമായ മനുഷ്യന്റെ ഇടയിൽ, മനുഷ്യർക്കിടയിൽ നിങ്ങൾ കറുത്തവനോ വെളുത്തവനോ എന്നുള്ള വിവേചനം ഇല്ല. എവിടെയില്ല? അള്ളാഹുവിന്റെ മുന്നിലില്ല. എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ച് ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ പിന്നെ അങ്ങനത്തെ വേർതിരിവുകളൊന്നുമില്ല എന്നേ ഉള്ളൂ. അടിമയും ഉടമയും സമന്മാരാകുന്നത് എവിടെയാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ്. കാരണം എന്താ? അവിടെ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. ഭൗതിക വ്യവഹാരത്തിൽ പക്ഷെ അടിമയുമുണ്ട്, ഉടമയുമുണ്ട് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടി മനുഷ്യർക്കിടയിലുള്ള അടിമത്തത്തെ ഉദാഹരിക്കുന്ന ഖുർആൻ വചനങ്ങൾ ഖുർആനിലുണ്ട്. വി.ഡി. സതീശൻ കണ്ടിട്ടില്ലാത്ത ഖുർആൻ, സതീശൻ കാണാത്ത ഖുർആൻ, അതാണ് യഥാർത്ഥ ഖുർആൻ. സതീശൻ അറിഞ്ഞ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാര് നുണ പറയുന്ന ആശയങ്ങൾ ഖുർആനികമാണ് എന്ന് തെറ്റിദ്ധരിച്ച ഒരവസ്ഥ. അതല്ലെങ്കിൽ രാഷ്ട്രീയമായ ഗതികേട് കൊണ്ട് ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും കുറച്ച് വോട്ട് പെട്ടിയിലാക്കാൻ കഴിയുമോ എന്ന ലക്ഷ്യം മുൻനിർത്തി കാണിക്കുന്ന കപട നാടകമാണ്. രണ്ടായാലും സത്യസന്ധതയില്ലായ്മയാണ്, പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. ഇവിടെ സൂറ അൽ ബഖറയെ കുറിച്ചും സൂറ അന്നസിനെ കുറിച്ചും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, നമ്മൾ അന്നും സങ്കല്പിക്കാത്ത കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒരുവന്റെ ആത്മാവിന് താങ്ങാവുന്ന ഭാരം മാത്രമേ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അതിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുത്. അളവിലും തൂക്കത്തിലും വേതനത്തിലും നീതി പുലർത്തണം. പിന്നീട് പ്രവാചകൻ അതിനെക്കുറിച്ച് നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഒരുവൻ അധ്വാനിച്ചു കഴിഞ്ഞാൽ അവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവന് വേതനം കൊടുക്കണമെന്ന്. എല്ലാ തൊഴിലും മഹത്തരമാണ്. അധ്വാനത്തിലൂടെ കിട്ടുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സ്വാദിഷ്ടമായത്. സ്വന്തം അധ്വാനത്തിന്റെ വില കൊണ്ട് മദീനയിലെത്തിയതിനു ശേഷം ഒരു കാരക്ക പോലും വാങ്ങിക്കഴിക്കാത്ത മനുഷ്യനാണ് മുഹമ്മദ് നബി എന്ന് നിങ്ങൾ പറയാം, മനസ്സിലാക്കണം. എല്ലാ അധ്വാനവും മഹത്തരമാണ് എന്ന് പറയുന്ന മുഹമ്മദ് നബി മദീനയിലെത്തിയതിനു ശേഷം ഉപജീവനത്തിന് തെരഞ്ഞെടുത്ത തൊഴിൽ എന്തായിരുന്നു എന്ന് വിശ്വാസികൾ ചോദിച്ചാൽ ഓലെ നമ്മളെ കടിച്ചു കീറാൻ വരും. പിന്നെ ഭാരിച്ച് ജോലി കൊടുക്കരുത്, അവരെ കൊണ്ട് താങ്ങുന്നതേ കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അടിമകളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ വരാറുണ്ട്. ഒരേ വേതനം എന്നത് ഇസ്ലാമിൽ ഇല്ല. അടിമയ്ക്ക് വേതനമേ ഇല്ല എന്ന് മാത്രമല്ല, മനുഷ്യന്റെ അവകാശങ്ങൾ, ഒരാൾ മരിച്ചാൽ, കൊല്ലപ്പെട്ടാൽ നഷ്ടപരിഹാര തുക പോലും ആണാണോ പെണ്ണാണോ അടിമയാണോ സ്വതന്ത്രനാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടും. ഒരു മനുഷ്യന്റെ ജീവന് നഷ്ടപരിഹാരമായി നൽകുന്ന ദിയ അല്ലെങ്കിൽ രക്തപ്പണം എന്ന് പറയുന്നത് പോലും മുസ്ലിമാണോ അമുസ്ലിമാണോ, കൊന്നത് മുസ്ലിമാണോ കൊന്നത് അമുസ്ലിമാണോ, അടിമയാണോ സ്വതന്ത്രനാണോ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായി നിർവചിക്കപ്പെട്ട ഒരു മതത്തെക്കുറിച്ചാണ്, ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഇവിടെ വി.ഡി. സതീശൻ ഇത് പറയുന്നതെന്ന് ആലോചിക്കണം. പിന്നീടാണ് തൊഴിൽ നിയമങ്ങളൊക്കെ വന്നത്. പിന്നീട് എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോകത്ത് തൊഴിൽ നിയമങ്ങൾ ഉണ്ടായത്. നിങ്ങൾ മിനിമം വേജസ് കൊടുക്കണം എന്ന് നിയമമുണ്ടായത്, ബോണസ് ആക്ട് ഉണ്ടായത്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് ഉണ്ടായത്. ആദ്യം പറയാണിത്. വേതനം, ദൈർഘ്യം, ജോലിയുടെ ദൈർഘ്യം, അവന് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ ജോലി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അവന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സമയം അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത്. അവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവന്റെ വേതനം കൊടുക്കണം, അവൻ ചെയ്ത ജോലിയുടെ പണം കൊടുക്കണം. അധ്വാനം, ഈ തൊഴിൽ ചെയ്യുന്നതാണ് ഏറ്റവും മികച്ചത്. എല്ലാ തൊഴിലും മികച്ചതാണ്. ഇതൊക്കെ ഈ ആശയങ്ങളൊക്കെ ഇതെല്ലാം പുരോഗമന ആശയങ്ങളല്ലേ? ഇതൊക്കെ ഒരു പുരോഗമന ആശയങ്ങൾ, വിപ്ലവകരമായ വ്യതിയാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായ കാലത്താണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നിയമങ്ങളായത്. അതിനു മുൻപേ ഇതെല്ലാം നിയമങ്ങൾ ഇതായി. മഹാസംഭവം തന്നെ അല്ലേ ഖുർആൻ? തൊഴിൽ നിയമങ്ങളുടെ ഒരു ആദ്യകാല
രൂപം അല്ലെ? മുഹമ്മദ് നബി പറയുന്നതല്ലേ, സതീശൻ പറയുന്നതായിട്ടാ തോന്നും, അതിനു മുൻപൊന്നും ഖുറൈശികളുടെ ഇടയിൽ മുഹമ്മദ് ജീവിച്ച സമൂഹത്തിലൊന്നും പണിയെടുത്ത കൂലി കിട്ടൂലായിരുന്നു എന്ന്. ഏതായിരുന്നു ആ കാലം എന്ന് ആലോചിക്കണം. മുഹമ്മദിന് മുൻപുള്ള അറേബ്യയുടെ ജീവിതവും അല്ലെങ്കിൽ മക്കക്കാരുടെ ജീവിതവും മുഹമ്മദിന് ശേഷമുള്ള മക്കക്കാരുടെ ജീവിതവും മാത്രം അനലൈസ് ചെയ്താൽ കാര്യം മനസ്സിലാവും. പിന്നെ ഇവിടെ അടിമയും ഉടമയും എന്ന ഒരു വ്യവസ്ഥിതി, അടിമത്ത വ്യവസ്ഥിതി ലെജിറ്റിമൈസ് ചെയ്ത ഒരു ഗ്രന്ഥത്തെ പൊക്കി പിടിച്ചിട്ടാണ് തൊഴിൽ നിയമത്തിന്റെയും സമത്വത്തിന്റെയും മഹത്വം പറയാൻ വി.ഡി. സതീശൻ ശ്രമിക്കുന്നത് എന്നത് എത്ര പരിഹാസ്യമാണ് ആലോചിക്കും. ഈ നൂറ്റാണ്ടിൽ അടിമത്തം എന്ന് പറയുന്നത് ഇന്നും അതൊരു തെറ്റാണ് എന്ന് പറയാൻ കഴിയാത്ത ഏക ഗ്രന്ഥമായിട്ട് നിൽക്കുകയാണ്, മതഗ്രന്ഥമായിട്ട് നിൽക്കുകയാണ് ഖുർആൻ. മതഗ്രന്ഥമല്ല, ഒരു മതസമൂഹം. ആ മതസമൂഹം എന്തുകൊണ്ടാണ് അത് പറയാൻ കഴിയാതിരിക്കുന്നത്? ഇവിടെ നേരത്തെ പറഞ്ഞ സതീശൻ പറഞ്ഞതുപോലെ ഇത് സകല കാലത്തേക്കും ഉള്ളതാണ് എന്ന വിശ്വാസമാണ്. അതുകൊണ്ട് ഖുർആനിലുള്ള നിയമത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഖുർആനിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ കഴിയില്ലാത്തത് കൊണ്ട്, കാരണം ഖുർആൻ തെറ്റിനെ അനുവദിച്ചു എന്ന് പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് അടിമത്തത്തിൽ ഇപ്പൊ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഭർത്തൃമതിയായ അടിമ സ്ത്രീയെ ലൈംഗികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഖുർആനിലുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആലിമീങ്ങളുള്ള നാട്ടിൽ വി.ഡി. സതീശൻ നിന്നിട്ട് സമത്വത്തിന്റെ കേദാരമാണ് ഖുർആൻ എന്ന് പറയുന്നത്, മാനവിക ദർശനങ്ങൾ അതിൽ നിന്ന് ഉറവയെടുത്തതാണ് എന്ന് പറയാൻ വി.ഡി. സതീശൻ ശ്രമിക്കുകയാണ്. പരിഹാസ്യമാണ്. എന്തൊരു ഗതികേടാണ് നിങ്ങൾക്ക് വന്നുപെട്ടിട്ടുള്ളത്. പരിപാടിക്ക് വിളിക്കുക, ചെല്ലുന്നു, രണ്ട് നല്ല വർത്താനം പറയുന്നു, തിരക്കുണ്ട്, ഔദ്യോഗികമായിട്ട് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു, പറയാ ചായയും ബിസ്ക്കറ്റും കുടിക്കുക, ഇവിടെ പോരുക, എന്നാ അവരെ പിണക്കും വേണ്ട. പക്ഷെ എന്തിനാണ് ഇതുപോലെയുള്ള മാറാപ്പുകൾ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ സമയം മെനക്കെടുത്തുന്നത്? ആളുകളെ ഈ മതത്തിന്റെ പടുകുഴിയിലേക്ക് വീഴ്ത്താൻ വേണ്ടി കുഴിച്ചു വെച്ചിട്ടുള്ള ചതിക്കുഴികളാണ്, വാരിക്കുഴികളാണ് ഈ പറയുന്ന മതപാഠശാലകൾ. പിഞ്ചുകുട്ടികളുടെ സാമാന്യമായിട്ടുള്ള വിദ്യാഭ്യാസ അവകാശം നിഷേധിച്ചുകൊണ്ട് മതജീവികളാക്കി മാത്രം മനുഷ്യരെ പുറത്തിറക്കുന്ന കേരളത്തിന്റെ പൊതുപുരോഗതിക്ക് ഒരു പങ്കും വഹിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കേദാരങ്ങളാണ് ഇത്തരം മതപാഠശാലകൾ. രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ നിങ്ങൾ ഇതൊക്കെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം നടത്തി നോക്കൂ. ഈ മതപാഠശാലകളിൽ പഠിക്കുന്ന മിക്കവാറും കുട്ടികൾക്ക് അവരുടെ സ്വാഭാവികമായിട്ടുള്ള സ്കൂൾ കാലഘട്ടം നിഷേധിക്കുകയാണ്. അവിടെ ഏതോ കെമിസ്ട്രീന്റെ ഉസ്താദും ഫിസിക്സിന്റെ ഉസ്താദും വന്ന് ഏതോ ഒരു അവറിൽ അത് പഠിപ്പിച്ചിട്ട് പോകും. ബാക്കി മുഴുവൻ സമയവും ഇതാണ്. എന്നിട്ട് പരീക്ഷകൾ ഇങ്ങനെ മാത്രം കൊണ്ട് ഏതെങ്കിലും സ്കൂളായിട്ട് ടൈപ്പായിട്ട് എഴുതും. അവർക്ക് എല്ലാ ആളുകളോടും ചേർന്ന് സഹകരിച്ച് ഒരു സ്കൂൾ ജീവിതം അവർക്ക് അന്യമാണ്. അത് അവരോട് കാണിക്കുന്ന മനുഷ്യാവകാശ നിഷേധമാണ്. അവരുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ പോയിട്ട് ഈ ഖുർആനിനെ അതിലില്ലാത്ത മേന്മകൾ പറഞ്ഞ് പൊക്കിയടിച്ച് തള്ളി വോട്ടുറപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഗതികേടാണ്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. മതത്തെ കുറിച്ച് പറഞ്ഞു ചെയർമാൻ, അപ്പോഴാണ് ഓർത്തത്. മതത്തെ കുറിച്ച് പറയുന്നുണ്ട്, മതത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ഒരാളുടെ മീതെയും ഒരു സമ്മർദ്ദവും ചെലുത്തരുത് എന്ന് ഖുർആൻ പറയുന്നു. ഒരു സമ്മർദ്ദവും ചെലുത്തരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണ്, എനിക്ക് എന്റേത്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് പരസ്പരം ശത്രുക്കളാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ഈ കാലത്ത് ഇതിനേക്കാൾ വലിയ സന്ദേശം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണ്, എനിക്ക് എന്റേതും. അതിനേക്കാൾ വലിയ മെസ്സേജ് എന്താണ്? എല്ലാവർക്കും സ്പേസ് ഉണ്ടെന്നാണ് അല്ലേ? എവിടെ ഇരുന്ന കേരളത്തിൽ ഇരുന്ന് നമുക്ക് ഇതൊക്കെ പറയാം. അഫ്ഗാനിസ്ഥാനിൽ ചെന്നിട്ട് ചോദിക്കേ, അവിടെ ഉള്ളത് ഇസ്ലാം അല്ലേ? ഇറാനിൽ ചോദിക്കൂ, അവിടെയുള്ളത് ഇസ്ലാം അല്ലേ? സിറിയയിൽ ഇസ്ലാം അല്ലേ? പരന്ന വായനയുള്ള, ആഗോള രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല അറിവുള്ള, ബോധ്യമുള്ള വി.ഡി. സതീശൻ ഇത് എന്ത് പറ്റി? എല്ലാവരുടെയും അവകാശത്തെ പറ്റി ഖുർആനോ? മതത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മതം ആചരിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഇസ്ലാമോ? ഒരാൾ സ്വന്തം വിശ്വാസം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നുകളയണം എന്ന് നിങ്ങളിപ്പം പോയി പരിപാടി അവതരിപ്പിച്ച അതേ ഉസ്താദിന്റെ സമസ്തയുടെ പാഠപുസ്തകങ്ങളിൽ അച്ചടിക്കുകയും നമ്മുടെ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വർഷത്തിലാണ് നിങ്ങൾ പോയിട്ട് ഇതുപോലെയുള്ള പ്രസംഗം നടത്തുന്നത് എന്നാലോചിക്കണം. ഒരു മനുഷ്യന്റെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവനെ കൊന്നുകളയണം എന്ന് പഠിപ്പിക്കുന്ന മതപാഠശാലകളുടെ വക്താക്കളുടെ പരിപാടിയിൽ പോയിരുന്നിട്ട് ഇതുപോലെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാൻ. നിങ്ങൾ എടുക്കാൻ പറയും, 12ാം ക്ലാസ്സിലെ ഫിഖ്ഹിന്റെ ടെസ്റ്റ് എടുക്കാൻ പറയും. മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. എന്നിട്ട് മറിച്ചു നോക്ക്, റിദ്ദത്ത് എന്ന് പറയുന്നതിന് എന്താണ് ശിക്ഷ എന്ന്. ഒരാൾ സ്വന്തം വിശ്വാസം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നുകളയണം എന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന മതത്തിന്റെ വക്താക്കളുടെ മുന്നിൽ നിന്നിട്ടാണ് ഈ മതത്തെ ഈ രീതിയിൽ ന്യായീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. മതപാഠശാലകളിൽ അത് പഠിപ്പിക്കുന്നില്ലേ? പുസ്തകങ്ങളിൽ അച്ചടിച്ചിട്ടില്ലേ? എന്റെ അടുത്തുണ്ട്. ഇനി ഉസ്താദിന് മദ്രസയിൽ നിന്ന് തന്ന പുസ്തകത്തിൽ ഇല്ലെങ്കിൽ വി.ഡി. സതീശന് എന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ തരാം പുസ്തകം. ഇനി അതൊക്കെ പോട്ടെ, ഈ മതസ്വാതന്ത്ര്യം അനുവദിച്ചതിന്റെയും ഈ മതസ്വാതന്ത്ര്യത്തിന്റെ
വക്താക്കളായതിനും എല്ലാവരെയും അംഗീകരിച്ചതിന്റെയും ഒക്കെ കാര്യം പറയുന്ന വി.ഡി. സതീശനോട് രാഷ്ട്രീയമായി ഞാനൊരു ആവശ്യം ഉന്നയിക്കുകയാണ്. ഇതേ മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കേണ്ടിയിരുന്ന ഇന്ത്യ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഉണ്ടാവേണ്ടുന്ന എല്ലാ സുരക്ഷിതത്വവും ലഭിക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു ചേകനൂർ മൗലവി. 32 വർഷമായി അദ്ദേഹത്തിന് എന്ത് പറ്റി എന്ന് പോലും, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെ കുറ്റക്കാരെ ശിക്ഷിക്കാൻ കഴിയാത്ത ആ മനുഷ്യന്റെ മനുഷ്യാവകാശത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ചേകനൂർ മൗലവിയുടെ കേസിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയാൽ അതിൽ കൊലയാളികളുണ്ട് എന്നത് വാസ്തവമാണല്ലോ. ആ കൊലയാളികളെ കണ്ടെത്താൻ വേണ്ടി ഒരാൾക്ക് മതപരമായിട്ടുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുക മാത്രമല്ല, അയാളുടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ച ഒരു പ്രശ്നത്തിൽ ചേകനൂർ മൗലവിയുടെ ഘാതകരെ പിടികൂടുകയും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് നിയമസഭയിൽ ഒരാവശ്യം ഉന്നയിക്കാൻ ഞാൻ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. ഇസ്ലാമിക സമൂഹം എന്തായാലും എല്ലാവരുടെ അവകാശങ്ങളെയും വകവെച്ചു കൊടുക്കുന്ന, എല്ലാവരുടെയും മതസ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരു മതമാണല്ലോ. അതുകൊണ്ട് അവരുടെ ആ സമുദായത്തിന് മൊത്തം പിന്തുണയും നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് എല്ലാ മതസംഘടനകളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി വി.ഡി. സതീശൻ ആ ആവശ്യം ഉന്നയിക്കട്ടെ. വി.ഡി. സതീശന്റെ പാർട്ടി കേന്ദ്രത്തിലും, കാരണം CBI ആണല്ലോ ലാസ്റ്റ് അന്വേഷിച്ചത്, കേരളത്തിലും ആ ആവശ്യം ഉന്നയിക്കട്ടെ. എന്ത് പറ്റി എന്നതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ, ആ മനുഷ്യന്റെ മരണാനന്തരമാണെങ്കിലും ആ മനുഷ്യന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് അനീതി കാണിച്ചവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ, ഇസ്ലാം അംഗീകരിച്ചു കൊടുത്ത മതസ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ട കൊലയാളി ആരാണ് എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി വി.ഡി. സതീശനും ഈ വിളിക്കുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന, അല്ലെങ്കിൽ വി.ഡി. സതീശനെ വിളിച്ച കബീർ ബാക്കവിയും വിളിച്ചപ്പോഴത്തേക്ക് ഓടിച്ചെന്ന വി.ഡി. സതീശനും കൂടി ആലോചിച്ച് ധാരണയിലെത്തിയിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു തുടക്കം കുറിക്കുമോ? നിയമപരമായി രാഷ്ട്രീയക്കാരന്റെ ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കുമോ? ചേകനൂർ മൗലവിക്ക് എന്താണ് പറ്റിയത് എന്ന് മൂക്ക് കീഴ്പോട്ടുള്ള സകല മനുഷ്യന്മാർക്കും അറിയാം. ആ നാട്ടിൽ നിന്നുകൊണ്ട് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലമാകാൻ ഖുർആനെ ഉയർത്തിപ്പിടിക്കരുത്. ഇസ്ലാമിന്റെ മതസ്വാതന്ത്ര്യമൊക്കെ നമുക്ക് നല്ലോണം അറിയാം. ലക്കും ദീനുക്കും വലിയ ദീനും ലാ ഇക്രാഹ ഫിദ്ദീനുമാണ് അവിടെ വി.ഡി. സതീശൻ മലയാളത്തിൽ പറഞ്ഞത്. ഇതൊക്കെ എഴുതി കൊടുത്തവൻ ആരായിരിക്കും എന്നതിനെ കുറിച്ചും നമുക്ക് ഏകദേശ ധാരണയുണ്ട്. ഇതൊരിക്കലും വി.ഡി. സതീശന്റെ ഖുർആൻ വായനയുടെ ഓർമ്മകളിൽ നിന്ന് വി.ഡി. സതീശൻ എടുത്തെഴുതി പ്രസംഗിച്ചതല്ല എന്നും, ഇത് ഒരു മതാധ്യാപകൻ അല്ലെങ്കിൽ ഒരു കുബുദ്ധി നിറഞ്ഞ ഒരു മതദഅ്വാ പ്രവർത്തകൻ വി.ഡി. സതീശനെ കൊണ്ട് കെണിയിൽപ്പെടുത്തി പറയിച്ചതാണ് എന്നും സാമാന്യ ബോധമുള്ള ഒരാളെന്ന നിലക്ക്, ഈ സാധനത്തിനെ അല്ലെങ്കിൽ ഖുർആനെയും ഇസ്ലാമിനെയൊക്കെ അടുത്തറിഞ്ഞ ഒരാളെന്ന നിലക്ക് എനിക്ക് 100% ഉറപ്പാണ്. മക്കയിൽ നിന്നും മദീനയിലെത്തിയ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി, നിയമം ഉണ്ടാക്കി. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള നിയമം ആയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്കും ക്രൈസ്തവർക്കും കൂടി ഉണ്ടാക്കിയ നിയമമാണ്. അവർക്കും അവരുടെ ഇഷ്ടമുള്ള മതവിശ്വാസങ്ങളിൽ പ്രവർത്തിക്കാനും അവർക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയ ഭരണഘടനയാണ് മദീനയിൽ വെച്ച് ഉണ്ടാക്കിയത്. മാതൃകാ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടനയ്ക്ക് പോലും വഴികാട്ടിയായ ഒരു ഭരണഘടനയാണ് അവിടെ ഉണ്ടാക്കിയത്. കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. മദീന പാക്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് വഴികാട്ടിയായിരുന്നു. അസംബന്ധം എന്നല്ലാതെ എന്തായാലും പറയാം. വിവരക്കേടെന്നല്ല ഇത്, ശുദ്ധമായ അസംബന്ധം, നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന. മദീന പാക്ടും ഇന്ത്യൻ ഭരണഘടനയും തമ്മിൽ എന്താ ബന്ധം? മദീന പാക്ടിൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള ഭരണഘടനയോ? ആരോടാണ് ഇതൊക്കെ പറയുന്നത്? മദീന പാക്ടിന്റെ കോപ്പി വായിക്കാൻ കിട്ടും. ഒരു രാജ്യം എന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ കൂടെ ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന ജൂതന്മാരോട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ മുഹമ്മദ് ശ്രമിച്ചു എന്നത് കഴിച്ചാൽ, മദീനയിൽ ഭരണഘടന ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന അതേ നാട്ടിൽ അവിടുത്തെ പ്രബല അധികാരം കയ്യിലുണ്ടായിരുന്ന, അവരെ പ്രബലരായ, അവിടുത്തെ സമ്പന്നരായ 3 പ്രബല ജൂതഗോത്രങ്ങൾക്ക് എന്ത് പറ്റി എന്ന് ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് വായിക്കണം. ബനൂ ഖുറൈള എന്ന് എവിടെയെങ്കിലും യാത്രക്കിടയിൽ ഒന്ന് സെർച്ച് ചെയ്യണം. ഇസ്ലാമിക വേർഷൻ വായിക്ക്, അതിന്റെ ഇസ്ലാമിക ന്യായീകരണ വേർഷൻ വായിക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് തിരിച്ചു പറയാൻ കഴിയുമോ? എന്നു മാത്രവുമല്ല, ഇസ്ലാം അതിന്റെ സമ്പൂർണ്ണ അധികാരം പ്രഖ്യാപിക്കുന്ന മക്കം ഫതഹിന് ശേഷം മുഹമ്മദിന്റെ ഇസ്ലാം രാഷ്ട്രീയാധികാരം സ്വീകരിച്ചിടത്ത് സൂറത്തു തൗബയിൽ അതിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശീയരായ, കഅബയ്ക്ക് ചുറ്റും താമസിച്ചിരുന്ന തദ്ദേശീയരായ ഗോത്രവർഗ മനുഷ്യർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ബിംബാരാധകർ, ബഹുദൈവാരാധകർ ആയിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ ആരാധനാലയം നഷ്ടപ്പെടുകയും അവരുടെ ആരാധനാലയത്തിനടുത്തേക്ക് സമീപിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുക മാത്രമല്ല, അവരുടെ ആരാധനാമൂർത്തികളായിട്ടുള്ള വിഗ്രഹങ്ങളെ മുഴുവൻ തച്ചൊടച്ച് അപമാനിക്കുകയും അവിടത്തേക്ക് മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യർക്ക് പ്രവേശനം നിഷേധിക്കുകയും ഒരു വിഭാഗത്തിന്റെ ആരാധനാലയം പിടിച്ചെടുത്ത്
ചതിയിലൂടെ പിടിച്ചെടുത്ത് ആ മനുഷ്യരെ അവിടെ സമീപിക്കരുത് എന്ന് വിലക്കുകയും ചെയ്ത ഫാസിസത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമുക്ക് അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കാം. അറിയാത്തത് കൊണ്ടല്ല എന്ന് അംബേദ്കറിനെ വായിച്ച ആളാണ് വി ഡി സതീശനെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ഇതുപോലെയുള്ള വിവരക്കേട് അംബേദ്കർ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അംബേദ്കർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? അംബേദ്കർ എഴുതിയിട്ടുണ്ടല്ലോ ഇസ്ലാമിനെ കുറിച്ച്, തുറന്ന് എഴുതിയിട്ടില്ലേ? മാത്രമല്ല പിന്നീടുള്ള കാലങ്ങൾ കൊണ്ട്, ഗവേഷണങ്ങൾ കൊണ്ട്, ശാസ്ത്ര ഗവേഷണങ്ങൾ കൊണ്ട്, പഠനങ്ങൾ കൊണ്ട് കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾ എത്രയോ മുമ്പ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ രാവിലെയും പകലിനെയും ക്രമീകരിച്ചു, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചു, ഗോളങ്ങൾ അതിന്റെ പന്താവിലൂടെ ചലനം തുടരുന്നു. എന്താ പന്താവ്? പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഓർബിറ്റ് എന്ന് പറഞ്ഞ് ഈ ഗോളങ്ങൾ, ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് ഒരു ഓർബിറ്റിലൂടെയാണ്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചത്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഗോളങ്ങൾ ഇതിലൂടെ ആണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് സതീഷേട്ടാ ഈ പറയണങ്ങള്? നിങ്ങളിത് എവിടുന്ന് എഴുന്നേറ്റ് വരികയാണ് എന്റെ സതീഷേട്ടാ? എനിക്ക് വയ്യ, സീരിയസ് ആയിട്ടൊന്നും ഇനി ഇത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി സതീഷേട്ടാ? സൂര്യന്റെ ഓർബിറ്റും ചന്ദ്രന്റെ ഓർബിറ്റും ഖുർആൻ നോക്കിയിട്ട് ശാസ്ത്രജ്ഞന്മാർ വരച്ചെടുത്തതാണെന്നാണോ അതോ പഠിച്ചെടുത്തതാണെന്നാണോ? ഖുർആനിൽ പറയുന്ന വശംസു തജ്രീ മുസ്തഖരില്ലഹ ദാലിക തഖ്ദീർ എന്ന് പറയുന്നത് എന്താണ്? എന്തിനെ കുറിച്ചാണ്? അബൂദറിനോട് മുഹമ്മദ് ചോദിക്കുന്നുണ്ട്, അബൂദറെ ആ സൂര്യൻ ഇപ്പൊ ഇങ്ങനെ പോണത് എങ്ങിട്ടാന്ന് നിനക്കറിയോ? അപ്പൊ അബൂദർ പറഞ്ഞു, അള്ളാഹ്ക്കോ എന്റെ നബിക്കോ അല്ലേ അറിയാ, ഇച്ചറിയൂല എന്ന് പറഞ്ഞു. അപ്പൊ അബൂദറിനോട് പറഞ്ഞു, വാ മനെ കണക്ക് ഞാൻ പറഞ്ഞുതരാം അബൂദറെ, ഈ സൂര്യൻ ഇങ്ങനെ പോകും, കിഴക്കുന്ന് ഇങ്ങനെ പോയി പടിഞ്ഞാട്ട് പോകും. അങ്ങനെ അവിടെ ഒരു ചളിക്കുണ്ടിന് വീഴുന്നതായിട്ട് ദുൽഖർനൈൻ കണ്ടതായിട്ട് കഥയുണ്ട്. അങ്ങനെ ആ ചളിക്കുണ്ടിന് അവിടെ നിന്നൊക്കെ താഴത്തേക്ക് പോയിട്ട് അള്ളാഹുവിന്റെ അർഷിന്റെ താഴത്ത് പോയിട്ട് ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കും, നേരം വെളുക്കാൻ വേണ്ടി കാത്തിരിക്കും. ആര്? സൂര്യൻ. ഒരു ദിവസത്തെ പകൽ കഴിഞ്ഞു, സൂര്യൻ രാത്രി വിശ്രമത്തിലാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്, ഖുർആന്റെ കാഴ്ചപ്പാടാണ്. രാത്രി വിശ്രമിക്കുന്ന സൂര്യൻ അവസാനം രാവിലെ ആകുമ്പോ അള്ളാഹിനോട് ചോദിക്കും, അലാം വെച്ച് എഴുന്നേക്കും. എന്നിട്ട് 6:15 ആകുമ്പോഴത്തേക്ക് വരും, 5:45, 6 മണി 6:15 ആകുമ്പോഴത്തേക്ക് അള്ളാഹിനോട് ചോദിക്കും, അല്ലാ ഞാൻ പോയി ഉദിച്ചോട്ടെ, ഇന്നത്തെ പകല് കൊടുക്കാൻ നേരായില്ലേ? അങ്ങനെ അള്ളാഹുവിന്റെ അനുവാദം കിട്ടുമ്പോൾ ആ സൂര്യൻ എന്ത് ചെയ്യും? ഇങ്ങനെ കേക്കേ ഭാഗത്ത് വീണ്ടും പൊങ്ങി വരും. എന്നിട്ട് അങ്ങനെ പോയി ചളിക്കുണ്ട് വഴി അള്ളാഹിന്റെ അർഷിന്റെ താഴത്ത് പോയി വീണ്ടും രാത്രി കടന്നുറങ്ങും. ഇതാണ് ഹേ സതീഷേട്ടാ, ഇതാണ് ഇസ്ലാമിലെ സൂര്യന്റെ ചലനം. ഭൂമിയുടെ കറക്കം കൊണ്ടല്ല സൂര്യൻ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്നും ഇസ്ലാമിക വിശ്വാസികളായിട്ട് ലോകത്തുണ്ട് എന്ന് സതീഷേട്ടൻ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഗോളശാസ്ത്രം ഖുർആനിന്റെ സംഭാവനയാണ്. കഴിഞ്ഞിട്ടില്ല, വലുത് വരാനുണ്ട്, വലുത്. നമ്മൾ ഇതിന് മാത്രം എന്ത് മഹാപാപം ചെയ്തോ എന്നാണ് എന്റെ സംശയം. വെള്ളം നീരാവിയായി പിന്നെ മേഘങ്ങളായി മാറി മഴയായി വർഷിക്കും. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്, എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജലം നീരാവിയായി പോയിട്ടാണ് മേഘമായി മാറി വർഷമായി പെയ്തിറങ്ങുന്നത് എന്ന് ശാസ്ത്രം കണ്ടെത്തിയത്. പറയുന്നില്ലേ? എന്റെ പൊന്നാര സാധിച്ചേട്ടാ, അങ്ങനെയൊന്നല്ല ഇസ്ലാമില് മഴ. അള്ളാഹുവാണ് മഴ വർഷിക്കുന്നവൻ. അതിലെ കുളത്തിലെയും പുഴയിലെയും കടലിലെയും ജലം നീരാവിയായി പോകുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഖുർആനിലെ മഴക്കില്ല. അള്ളാഹു ആകാശത്ത് നിന്ന് വർഷിച്ചു തരുന്നതാണ് മഴ എന്ന് മാത്രമല്ല, അള്ളാഹു മഴമേഘങ്ങളെ സംവിധാനിക്കും, എന്നിട്ട് മലക്കുകളെ പറഞ്ഞയക്കും, കാറ്റുകൾ ഉണ്ടാക്കും, എന്നിട്ട് കാറ്റുമായിട്ട് ഈ മേഘപാളികളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുകയും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി വെക്കും. ഇപ്പൊ പറവൂർ സൈഡിലേക്ക് മഴ പെയ്യിക്കണം എന്ന് വിചാരിച്ചാൽ അതിന് നിയോഗിക്കപ്പെട്ട മലക്ക് ഈ മേഘങ്ങളെ ഇങ്ങനെ തളിച്ച് പറവൂർ സൈഡിൽ വരും. എന്നിട്ട് മലക്ക് പറയും പെയ്തോളൂ, അപ്പൊ അവിടെ പെയ്യും. ഇത്രേ ഉള്ളൂ കഥ. ഇതിലെവിടെ നീരാവി, എവിടെ ആകാശം? എന്തൊക്കെയാണ് ഈ തള്ളിമറിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ വായിച്ച ഖുർആനേ അല്ല, നിങ്ങൾക്ക് എഴുതി തന്ന, നിങ്ങളെ വഞ്ചിച്ച ഏതോ ഒരു വഞ്ചകൻ ഖുർആനിൽ ഇതൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ അത് അതുപോലെ എഴുതി വായിച്ചു. ദ മിറാക്കിൾസ് ഓഫ് അള്ളാഹ് ഇൻ റെയിൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്. മീൻസ് ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഒരു വെബ്സൈറ്റിൽ. മിഷൻ ഇസ്ലാം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ 100,000 വ്യാഖ്യാന കസർത്തുകൾ കാണാം. ആ വ്യാഖ്യാന കസർത്തുകളിൽ എഴുതി വെച്ചത് അപ്പടി കോപ്പി അടിച്ച് നിങ്ങൾക്കാരോ ഇതൊക്കെ ഖുർആനാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങളത് അതുപോലെ വായിച്ചു. അതാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് ഖുർആൻ കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ കാണാത്ത ഖുർആൻ. നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയേ? ആകാശത്തുനിന്ന് അള്ളാഹു വർഷിക്കുന്ന മഴയെ കുറിച്ച് നിങ്ങളെ പിന്നിലിരിക്കുന്ന കബീർ ബാക്കവിനോട് ചോദിക്കും. 100 കണക്കിനാണോ 1000 കണക്കിനാണോ എനിക്ക് ഓർമ്മയില്ല, കിലോമീറ്ററുകൾ ആ ദൂരെ നിന്ന്
ഭയങ്കരമായ സ്പീഡിൽ ഇങ്ങനെ വരുന്ന മഴത്തുള്ളികളെ 8 കിലോമീറ്റർ മുകളിലെത്തുമ്പോൾ അള്ളാഹു ഒറ്റപ്പിടുത്തം പിടിക്കും. ആ പിടുത്തം കൊണ്ട് മാത്രമാണ് ആ മഴ കൊണ്ട് അപകടം ഉണ്ടാവാത്തത്. അല്ലെങ്കിൽ നമ്മളെ തലയോട്ടിയൊക്കെ ഛിന്ന ഭിന്നമായി പോകും. ആ വരുന്ന സ്പീഡിൽ അങ്ങനെ ആകാശത്ത് നിന്ന് ഈ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്ത് നിന്ന് മഴ വന്ന് വീണാൽ എന്നാണ്. 8 കിലോമീറ്റർ വെച്ച് അള്ളാഹ് ഒന്ന് പിടിക്കും എന്നാണ്. ഏതിനെ? ഈ മഴത്തുള്ളികളെ ഒന്ന് കൂട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാത്ത മഴയായിട്ട് ഇതിവിടെ സംഭവിച്ചു പോകുന്നത് എന്ന് പ്രസംഗിച്ച ആളാണ് നിങ്ങളെ പിന്നിലിരിക്കുന്ന കബീർ ബാക്കവി. നിങ്ങൾ ചോദിക്കേ, ഇതിലെവിടെ മേഘം, ഇതിലെവിടെ നീരാവി? സചേതനങ്ങളായ എല്ലാ വസ്തുക്കളും ജലത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നത്. പിന്നീടാണ് കണ്ടുപിടിച്ചത്, ലോകം കണ്ടുപിടിച്ചത്, ശാസ്ത്രം കണ്ടുപിടിച്ചത്. എല്ലാ കബീർ ബാക്കവി തലയാട്ട കുഴപ്പമില്ല, നമ്മൾ എഴുതി കൊടുത്ത പോലെയൊക്കെ പറയുന്നുണ്ട് എന്നാണ്. ഇതാണ് കബീർ ബാക്കവി. ഇദ്ദേഹത്തോട് ചോദിക്കണം, മഴ എത്ര കിലോമീറ്റർ മുകളിൽ നിന്നാണ് വരുന്നതെന്നും എത്ര കിലോമീറ്ററിൽ എത്തുമ്പോഴാണ് അള്ള പിടിക്കുന്നതെന്നും, അങ്ങനെ അള്ള പിടിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങളൊന്ന് ചോദിക്കേ പുള്ളിയോട്. ആ ജീവൽ രൂപങ്ങൾക്കും ജലത്തിന്റെ ഘടനയിൽ നിന്നാണ് ഉണ്ടായത്. എത്ര വർഷം മുമ്പെയാണ്, എത്ര കാലത്തിന്റെ മുമ്പെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം നടന്നുപോയത്, പറഞ്ഞത്? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ സചേതനമായിട്ടുള്ള എല്ലാം വെള്ളത്തിലാണെന്ന് ആദ്യം പറഞ്ഞത് ഖുറാനാണോ പോലും. ഖുറാനിലെ അള്ളാന്റെ അർശ് വരെ വെള്ളത്തിലായിരുന്നു. ആകെ ഒരു വിധാനമായിരുന്നു. ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകമെങ്കിലും വായിച്ചിട്ട് വന്നൂടെ സതീശേട്ടാ? എന്തെങ്കിലും ഈ പറയണത്? ഹൈന്ദവ വേദങ്ങളിലില്ലേ? ഇത് ഖുറാനിലാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് എന്താ പറ്റിയേ? എന്റെ സതീശേട്ടൻ എങ്ങനെ അല്ല ഇന്നല്ലോ. ചന്ദ്രന്റെ ഓർബിറ്റിനെ കുറിച്ച്, ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഓർബിറ്റിനെ കുറിച്ച്, അമാവാസിയെയും പൗർണമിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ശാസ്ത്രരംഗത്തുണ്ടായ കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. ഈ ഗ്രന്ഥത്തില് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതെ, പിന്നീട് ശാസ്ത്രം കണ്ടെത്തിയ ഒട്ടുമിക്ക സാധനങ്ങളും ഇന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു സാധനമാണ് ഖുറാനിലുള്ളൂ. അത് തള്ളാണ്, തള്ളു മാത്രം. അത് സതീശേട്ടൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾ ഖുറാൻ അനുകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിത് കേട്ടിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. പിന്നെ പറയുന്നുണ്ട്, സൂര്യൻ സ്വയം ജ്വലിക്കുകയാണ്, ചന്ദ്രൻ ജ്വലിക്കുന്നില്ല. സ്വയം ജ്വലിക്കുന്ന വിളക്കാണെന്നാണ്, അല്ലെ? വിളക്കാണെന്നാണ്. ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല. സൂര്യന്റെ സ്വയം ജ്വലിക്കുമ്പോഴുള്ള ആ വിളക്കിന്റെ പ്രകാശമാണ് ചന്ദ്രനുള്ളതെന്നാണ്. അതൊന്നും പിന്നീടുള്ള കാലത്ത് പലരും സമ്മതിച്ചില്ല. ശാസ്ത്രം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മഹനീയമായ കാര്യം. ശാസ്ത്ര സത്യമല്ലേ? എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താ? ചന്ദ്രനും സ്വയം ജ്വലിക്കുന്നുണ്ട്, ചന്ദ്രനിൽ നിന്ന് പ്രകാശം. ചന്ദ്രന് പ്രകാശമില്ല. ചന്ദ്രന്റെ പ്രകാശം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെ, അറബ് നാട്ടിലെ എല്ലാരും വിചാരിച്ചിരുന്നത് ചന്ദ്രനും പ്രകാശം ഉണ്ടെന്നാണ്. അപ്പൊ നബി വന്നിട്ട് പറഞ്ഞു, ഇല്ല, ചന്ദ്രന് പ്രകാശമല്ല, അത് സൂര്യന്റെ ഒരു പ്രതിഫലനമാണ്, പ്രകാശത്തിന്റെ പ്രതിഫലനമാണ്. ആരും വിശ്വസിച്ചില്ല. ശാസ്ത്രജ്ഞന്മാരൊക്കെ എത്ര കാലം കഴിഞ്ഞാ വിശ്വസിച്ചത്? എന്റെ സതീശേട്ടാ, ഗ്രഹണം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് റൂമിനകത്ത് കയറി കഥകടച്ച് കുറ്റിയിടുകയും അദാബിറങ്ങുന്നതിന്റെ ലക്ഷണമാണ്, അള്ളാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾ വരുന്നതിന്റെ ലക്ഷണമാണ്, മഹാദുരന്തം സംഭവിക്കുന്നതിന്റെ സൂചനയാണ് എന്ന് പേടിച്ച് അകത്ത് കയറി ഒളിച്ചിരുന്ന, ഇനി അത് ശാസ്ത്രമാണെന്ന് പറയട്ടോ, അഗ്നനേത്രങ്ങൾ കൊണ്ട് ഗ്രഹണം നോക്കരുത് എന്ന് പറയണോണ്ട് പേടിച്ച് ഹലാക്കായിരുന്നു മുഹമ്മദ് നബി. ഗ്രഹണം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അതിന് പ്രത്യേകം അദാബ് മാറാനുള്ള ഗ്രഹണത്തിന് പ്രത്യേക നിസ്കാരമൊക്കെ ഉണ്ട്, പ്രാർത്ഥനയൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ഉണ്ടാകുമ്പോ പേടിച്ച് വിറച്ചിരുന്ന ഈ മുത്തുനബിയാണോ പോലും പറഞ്ഞു കൊടുത്തത് ചന്ദ്രന് ശരിക്കുള്ള പ്രകാശമല്ല, അത് സൂര്യന് മാത്രമേ പ്രകാശമുള്ളൂ എന്ന്. നിങ്ങൾ ആ ഖുർആൻ ആയത്തോളൊന്ന് പറഞ്ഞു തരുമോ സതീശേട്ടാ? എന്താ അത് കഥ? മനോഹരമായ ഒരു പാരിസ്ഥിതികമായ ഒരു പ്രഖ്യാപനം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഞാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, അവ ആണികളായി മാറി ഭൂമിയെ നിയന്ത്രിക്കുന്നു, അതിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നു. പിന്നീടാണ് കണ്ടുപിടിച്ചത് പർവ്വതങ്ങൾ ആഴത്തിൽ വേരൂന്നിയവയാണ്. ഭൂചലനങ്ങൾ ഉണ്ടാകാതെ ഭൂമിയുടെ ഘടനയെ നിലനിർത്തുന്നത് ഈ പർവ്വതങ്ങളാണ്. അത് പിന്നീട് തെളിഞ്ഞ ഒരു ഇക്കോളജിക്കൽ ആയിട്ടുള്ള എൻവയൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഫാക്ടറാണ് പർവ്വതങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച്. അത് ഞാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ച് ആണികളെ പോലെ ഭൂമിയുടെ നിലനിൽപ്പിനെ നിയന്ത്രിക്കാൻ, ഭൂമിയുടെ നിൽപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഏതാണിയാണ് എന്റെ സതീശേട്ടാ താഴത്തേക്കുള്ള അത്ര മേലക്കും കൂർത്തു നിൽക്കുന്ന ആണി? അത് ഏതാണിയാ? ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഏത് ഭൂമിയെ ആടാതിരിക്കാനാണ് അള്ളാഹു പർവ്വതങ്ങൾ ആണിയാക്കിയത്? അള്ളാഹു പരത്തിയിട്ട, വിരിച്ചിട്ട, വിരിപ്പാക്കിയിട്ട, വിധാനിച്ച ആകാശ് മീൻസ് ഭൂമിയെ ഇളകാതിരിക്കാനാണ് പർവ്വതങ്ങളെ സ്ഥാനം. നിങ്ങൾ ഇവിടുന്ന് ഭൂമി കുലുക്കൊക്കെ എവിടുന്ന് വന്ന് എവിടുന്ന് അതൊക്കെ എടുത്തോണ്ട് വരും? നിങ്ങള് അള്ളാഹു പരത്തി ഭൂമി,
അള്ളാഹു പരത്തി. ആ പരത്തിയ ഭൂമിയുടെ മുകളിൽ അള്ളാഹു, നിങ്ങൾ എന്താ ആകാശത്തിനെ കുറിച്ച് പറയാത്തത് അല്ലേ? അങ്ങനെ ഭൂമിയെ പരത്തിയിടുകയും അതിനു മുകളിൽ അദൃശ്യമായ തൂണുകളാൽ ആകാശം ഒരു വിധാനമായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ഡൂമായിട്ട് ആകാശത്തെ സ്ഥാപിക്കുകയും ചെയ്തു അള്ളാഹു. പർവ്വതങ്ങൾ ആണിയാക്കിയതൊക്കെ അത് കഴിഞ്ഞിട്ടല്ലേ? നിങ്ങൾ എന്താ അത് കാണാത്ത? നിങ്ങൾ ഖുർആനത്തെ ആകാശം മാത്രം വിശദീകരിച്ചാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ വിഴുങ്ങിക്കോളാം. അദൃശ്യമായ തൂണുകൾക്ക് മുകളിൽ ഉയർത്തി നിർത്തിയ വിധാനം, മേൽക്കൂര, ആ ഡൂം നിങ്ങൾ കാണുന്നില്ലേ എന്ന് അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. സതീഷേട്ടാ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ ആകാശം കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഖുർആന്റെ വിളിക്ക് ഉത്തരം നൽകാൻ നോക്ക് പോയിട്ട്. എന്നിട്ട് നമുക്ക് ശരിയാക്കാം ബാക്കിയൊക്കെ. എവിടെ എത്തി ഇപ്പൊ പർവ്വതത്തിന്റെ ആണി? ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ, നിരവധി എല്ലാ സൂറകളിൽ നിന്നും നമുക്ക് ഉദ്ധരിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള നിരവധിയായ ശാസ്ത്രീയ സത്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടിയാൽ കൂടൂല. ഖുർആൻ നിങ്ങളിപ്പോ പറഞ്ഞ സാധനത്തിനൊന്നും ഉദ്ധരിച്ചാൽ ഉദ്ധരിക്കൂല ആ സാധനം. അതുകൊണ്ട് നമ്മൾ ഉദ്ധരിച്ചു തരാം. നിങ്ങളിപ്പോ പറഞ്ഞ എല്ലാ ആനത്തള്ളുകളും ഈ മുടന്ത ന്യായങ്ങളും ഒക്കെ ഖുർആനും അതിന്റെ ശരിയായ വിശദീകരണം വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചു തരും. നിങ്ങൾ ബേജാറാവണ്ട. എന്നിട്ട് നിങ്ങൾ ആ വീഡിയോകൾ അല്ലെങ്കിൽ ആ ആശയങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രസംഗം എഴുതി തന്ന ഉസ്താദിന്റെ മുഖത്ത് കൊണ്ട് വലിച്ചെറിഞ്ഞു കൊടുക്കണം. ഇതുപോലെ ആളെ പറ്റിക്കുന്ന കലാപരിപാടി, നമ്മളൊരു സുമനസ് തോന്നി ഒരു പരിപാടിയല്ലേ വിളിച്ചപ്പോ വന്നു എന്നതിന്റെ പേരിൽ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ മാനം കെടുത്താൻ പാടുണ്ടോ? ഇങ്ങനത്തെ കള്ളത്തരം എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പാടുണ്ടോ എന്ന് പ്രസംഗം എഴുതിയ ആളോടൊന്ന് ചോദിക്കണം. ഒരു സാമൂഹ്യ ഘടനയിൽ, ഒരു സമ്പദ്ഘടനയിൽ മനുഷ്യനെങ്ങനെ മനുഷ്യനാകണം, മനുഷ്യനെങ്ങനെ സമൂഹ ജീവിയാവണം, അവൻ കാരുണ്യമുള്ളവനായി മാറണം, ആ കാരുണ്യത്തിന്റെ സന്ദേശം ജീവിതത്തിൽ അവൻ പ്രതിഫലിക്കണം എന്ന് പറയല്ലോ. നമ്മള് ഇതായിരിക്കുന്നത് ട്രസ്റ്റിഷിപ്പിനെ കുറിച്ച് ഗാന്ധി പറയും, ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്, ഇതൊന്നും നിന്റേതല്ല, ഇതെല്ലാം സർവശക്തന്റേതാണ്, നീ വെറും കാര്യക്കാരൻ മാത്രമാണ് ഇത് നടത്തിക്കൊണ്ടുപോകാൻ. എല്ലാ സമ്പത്തുള്ളവരും നമ്മുടെ നാട്ടിൽ അങ്ങനെ ചിന്തിച്ചാലോ? എല്ലാ സമ്പത്തും അള്ളാഹുവിന്റെയാണ്. ഈ ഭൂമിയിലുള്ള സകല സമ്പത്തും അള്ളാഹിന്റേതാണ്. അപ്പൊ എന്റെ ഒരു സംശയം, നിങ്ങൾ ആക്രമിച്ച് പിടിച്ചെടുക്കുന്ന സ്വത്തിലെ 1/5 അള്ളാഹ്ക്കും അവന്റെ റസൂലിനും കൊടുക്കണം എന്ന് പറഞ്ഞതോ? അതെന്തിനാന്ന് പറഞ്ഞത്? എല്ലാ സമ്പത്തും അള്ളാഹിന്റെ അല്ലേ? അപ്പൊ അള്ളാഹ്ക്ക് അറിയില്ല ഇത് ആരെടുത്തിരുന്നാലും തൽക്കാലം അവൻ ഉപയോഗിക്കണം, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഈ 1/5 എച്ചിക്കണക്ക് പറഞ്ഞ് വാങ്ങിച്ചത് എന്തിനാണ്? അപ്പൊ അതിലൊരു കുഴപ്പമില്ലേ? നിങ്ങൾ ആരെങ്കിലും കൊള്ള ചെയ്ത് കിട്ടുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയും വിൽപ്പന ചരക്കുകളാക്കി അടിമകളാക്കി പിടിച്ചെടുക്കുന്നതിൽ നിന്ന് പോലും 1/5 അവകാശം പറഞ്ഞ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ നോക്കിയിട്ടാണ് പറയുന്നത് ഇതൊക്കെ അള്ളാഹിന്റെയാണ്, നിങ്ങൾ വെറും കാര്യക്കാരാണ്, നിങ്ങൾ ഉള്ളവരില്ലാത്തവന് കൊടുക്കണം എന്നൊക്കെ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി പറയും സതീശേട്ടാ. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കും നിങ്ങൾ പറയും. ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, ഒരു മതസ്ഥാപനത്തിന്റെ പരിപാടിയിലേക്ക് പോകുമ്പോ ഔചിത്യത്തിന്റെ പേരിൽ പോകുന്നു, 2 വാക്ക് നല്ലത് പറയുന്നു, തിരിച്ചു പോരുന്നു എന്നതെങ്കിലും ആ മാന്യതയെങ്കിലും നിങ്ങൾ കാണിക്കണം, ആ ഔചിത്യബോധങ്ങൾ കാണിക്കണം. ഈ ഖുർആനിനെ വിശ്വസിച്ചും വിശ്വസിക്കാതെയും വിമർശന ബുദ്ധിയ ഒക്കെ പരിശോധിക്കുന്ന ആളുകളും ഈ ഖുർആനിനെ പരിഗണിക്കാത്ത മനുഷ്യരും എല്ലാവരും പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് നിങ്ങൾ എന്ന ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതിനേക്കാൾ പ്രോഗ്രസീവായ, പുരോഗമനപരമായ, സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള ഒരു സാമൂഹ്യ ഘടനയിൽ, നമ്മളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ആ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സൊസൈറ്റിയിലെ നിയമങ്ങളാണ്. അതിനെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ, പാണ്ഡിത്യത്തിന്റെ പേരിൽ ഒന്നും മനുഷ്യന് നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. നീതി ആണ് നടത്തിക്കൊടുക്കേണ്ടത്. ഇതാണ് ഞാൻ ചുരുക്കത്തിൽ പറയുമ്പോൾ ഞാൻ അറിഞ്ഞ വിശുദ്ധ ഖുർആൻ അതാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ അറിഞ്ഞ ഖുർആനല്ല, നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ച ഖുർആനാണ്. അങ്ങനെ ഒരു ഖുർആൻ ലോകത്തില്ല. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് അവകാശപ്പെടുന്ന, എല്ലാ മനുഷ്യരും തുല്യ അവകാശങ്ങളോ അർഹിക്കുന്നവരും തുല്യ രീതിയിൽ നീതി ലഭിക്കേണ്ടവരുമാണ് എന്ന ആദർശം ഖുർആനിന്റെ ഇല്ലേ ഇല്ല. വർഗീയമായി വംശീയമായി മനുഷ്യരെ ചേരിതിരിച്ച്, അടിമയെന്നും ഉടമയെന്നും വേർതിരിച്ച്, വ്യക്തി നിയമങ്ങളും സാമൂഹിക നിയമങ്ങളും സ്ത്രീയെന്നും പുരുഷനെന്നും വിവേചനം വെച്ച് എഴുതിക്കൂട്ടിയിട്ടുള്ള ഒരു പ്രാകൃത ഗോത്രകാല രാഷ്ട്രീയ നിയമസംഹിത മാത്രമാകുന്നു ഖുർആൻ. അത് മാത്രമാണ് ഖുർആൻ. അതിൽ ആഗോള മാനവികത എന്ന, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ഒരാശയം ഇല്ലേ ഇല്ല. അത് ഇല്ല എന്ന് പൂർണ്ണാർത്ഥത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ദൈവികമല്ല എന്ന ബോധ്യത്തിൽ ദൈവവിശ്വാസിയായിരിക്കെ മതം ഉപേക്ഷിച്ച, ഇസ്ലാം ഉപേക്ഷിച്ച ഒരു മുർത്തദ് എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. വി ഡി സതീശൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സമർത്ഥിക്കാൻ
വി ഡി സതീശന്റെ കൂടെ വേദി പങ്കിട്ട ഏതെങ്കിലും മതപണ്ഡിതനോ തയ്യാറുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. വി ഡി സതീശൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അബദ്ധവും അർദ്ധസത്യങ്ങളും നുണകളും പച്ചക്കളവുകളും തള്ളുകളും മാത്രമായിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഈ വെല്ലുവിളി വി ഡി സതീശനുമായി ബന്ധപ്പെട്ട്, വി ഡി സതീശന് സമയം ഉണ്ടാവില്ല നമ്മളെ പരിപാടിക്ക് വരാനൊന്നും, അങ്ങനെ വരണ്ട. നിങ്ങൾ ഈ മതക്കാരുടെ പരിപാടിക്ക് പോകുമ്പോൾ സമയം കുറച്ചുകൂടി 2-3 മിനിറ്റ് 2 നല്ല വാക്ക് പറയാ, വോട്ട് പണക്കണ്ട, എന്തെങ്കിലുമൊക്കെ പറയാ, തിരിച്ചു പോരാ. ഈ ജാതി എടുത്താ പൊങ്ങാത്ത തള്ളിനൊന്നും മെനക്കെടരുത്. കാരണം ഞങ്ങൾ ജീവൻ പോലും പണയം വെച്ച് ഇവിടെ ജീവിക്കുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞങ്ങളും പൗരന്മാരാണ്, ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്, ഞങ്ങളും ഖുർആൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി കൃത്യമായിട്ട് വരും. അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തുക. സത്യസന്ധത, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കുണ്ടാവണം എന്ന് മാത്രമാണ് ആ കാര്യത്തിലൊക്കെ പറയാനുള്ളത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.